ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ഹെഡിങ് ആയിട്ടുള്ള ഏരിയാസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് പ്ലെയിൻ ഫിഗേഴ്സ് ആ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്ലെയിൻ ഫിഗേഴ്സിൻ്റെ കോമ്പിനേഷൻ, രണ്ടോ മൂന്നോ ഫിഗേഴ്സിൻ്റെ കോമ്പിനേഷൻ വന്നാൽ എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുക, അതാണ് നമ്മൾ ലാസ്റ്റ് ഹെഡിങ് ആയിട്ട് ആ ചാപ്റ്ററിൽ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സസൈസ് 12.3 അതിന് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വരുന്നത് തേർഡ് എക്സസൈസിലാണ്. എക്സസൈസ് 12.3 പേജ് നമ്പർ 234. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആദ്യം വായിക്കുന്നത് കേട്ടോ. ഫൈൻഡ് ദ ഏരിയാസ് ഓഫ് ഷെയ്ഡഡ് റീജിയൻ if PQ is equal to 24 cm, PR is equal to 7 cm and O is the center of the circle. ഇതാണ് പ്രോബ്ലം തന്നിട്ടുള്ളത്. റഫായിട്ട് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഒരു ഫിഗർ തന്നിട്ട് നമുക്ക് വരയ്ക്കാം. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡയാമീറ്റർ ആണ് തന്നിട്ടുള്ളത്. സെൻറ്ററിലൂടെ പാസ് ചെയ്യണ ഒരു കോഡ്, ഡയാമീറ്റർ എന്ന് പറയാം. QR ആണ് അതിൻ്റെ പേര് തന്നിട്ടുള്ള. പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ, ജോയിൻ ചെയ്തിട്ട്. QPR എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഫിഗറിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ ഈ ഏരിയ ഒരു ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഈ ഏരിയ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ എത്രയാണെന്നുള്ളതാണ്. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഏരിയ കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏരിയ, ദാറ്റ് ഈസ് എ ടോട്ടൽ ഏരിയ ഷെയ്ഡഡ്. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഏരിയ കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏരിയ ആണ് ടോട്ടൽ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത്. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കോമ്പിനേഷൻ ഓഫ് ടു ഫിഗേഴ്സ് ഉണ്ട് അല്ലേ. ഏതൊക്കെ ഫിഗേഴ്സാണ് നമുക്കറിയാം. ഇതൊരു സർക്കിളാണ്, പിന്നെ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു സർക്കിളും ഒരു ട്രയാങ്കിളാണ് ഇവിടെ നമുക്ക് രണ്ട് ഫിഗേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അതിലെ ഈ പോർഷനാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷനാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. PQ എന്ന് പറഞ്ഞ എൻ്റെ ലെങ്ത് അവർ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 24 സെൻറ്റിമീറ്റർ. ഇത് തന്നിട്ടുണ്ട് 24 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ മറ്റൊരു സൈഡ്, ട്രയാങ്കിളിൻ്റെ സൈഡാണ് PR. ഇറ്റ് ഈസ് ഗിവൺ 7 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 7 സെൻറ്റിമീറ്ററും ഇത് 24 സെൻറ്റിമീറ്റർ. ഈ രണ്ട് സൈഡ്സ് ട്രയാങ്കിളിനെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ നമുക്ക് കണ്ടുപിടിക്കണം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായി? ഫിഗർ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ടല്ലോ, PQR എന്ന് പറയാം അല്ലേ. PQR എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ ഏത് ടൈപ്പ് ട്രയാങ്കിൾ ആയിരിക്കും? എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? we know that it is a right angle triangle. എന്തുകൊണ്ടാണ് അത് 90 ഡിഗ്രി ആണെന്ന് പറയാൻ, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പറയാനായിട്ടുള്ള റീസൺ നമുക്കറിയാം. P അല്ലെങ്കിൽ QR എന്ന് പറയുന്നത് എന്താ? ഡയാമീറ്റർ ഓഫ് ദ സർക്കിൾ ആണ്. അപ്പോൾ ഈ QR എന്ന് പറയുന്നത് ഡയാമീറ്റർ ഓഫ് ദ സർക്കിൾ ആണെങ്കിൽ QPR എന്ന് പറഞ്ഞ ആംഗിൾ, അതായത് ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ റീസൺ 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊരു സെമി സർക്കിൾ ആണ് അല്ലേ. QR ഡയാമീറ്റർ ആണെങ്കിൽ ഇതൊരു സെമി സർക്കിൾ ആയിരിക്കും. സെമി സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് ഓൾവേസ് 90 ഡിഗ്രി. അപ്പോൾ QR എന്ന് പറയുന്നത് ഡയാമീറ്റർ ആയതുകൊണ്ട് ഇതൊരു സെമി സർക്കിളാണ്. സെമി സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എല്ലായ്പ്പോഴും 90 ഡിഗ്രി ആയിരിക്കും വരിക. അതുകൊണ്ടാണ് ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറയാം. കാരണം എന്താ? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് ഓൾവേസ് ഫോംഡ് ഇൻ എ സെമി സർക്കിൾ ഈസ് ഓൾവേസ് 90 ഡിഗ്രി. 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള ഒരു തിയറം, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യണത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് എഴുതാം ആംഗിൾ P ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതിൻ്റെ റീസൺ നമുക്ക് എഴുതാം. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് ഓൾവേസ് 90 ഡിഗ്രി എന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ ഒരു തിയറായിട്ട് പഠിച്ചിട്ടുണ്ട്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് ഓൾവേസ് 90 ഡിഗ്രി. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് ആ ആംഗിൾ 90 ആണെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ. ഇനി എങ്ങനെയാണ് നമുക്ക് ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് പോർഷൻ കിട്ടുക? ഈ രണ്ട് പോർഷനാണ് ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ അത് കണ്ടുപിടിക്കാനായിട്ട് ഈസി ആയിട്ടൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇതൊരു സെമി സർക്കിളാണ് QR. കാരണം QR എന്ന് പറയുന്നത് ഡയഗണലാണ്. നമുക്കറിയാം O is the center എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ O എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. O is the center എന്ന് പറയുന്നു. സെൻറ്ററിലൂടെ പാസ് ചെയ്യണ കോഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഡയാമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ QR ഈസ് എ ഡയാമീറ്റർ.
ക്യു ആർ ഡയാമീറ്റർ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സെമി സർക്കിൾ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സെമി സർക്കിളിൽ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ആയതുകൊണ്ട് ആംഗിൾ പി 90 ഡിഗ്രി ആണെന്ന് ഞാൻ പ്രൂവ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് പോർഷൻ കിട്ടാനായിട്ട് ഇതൊരു സെമി സർക്കിൾ ആണല്ലോ. ഈ സെമി സർക്കിളിൽ നിന്ന് ഈ ട്രയാങ്കിൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി അല്ലേ. ആ സെമി സർക്കിളിൽ നിന്ന് ട്രയാങ്കിൾ മൈനസ് ചെയ്താൽ ബാക്കിയുള്ളതായിരിക്കും നമ്മുടെ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ഇങ്ങനെ എഴുതാം. ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ഈസ് ഈക്വൽ ടു ഷെയ്ഡഡ് റീജിയൻ എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണെന്ന് പറയാം? ഏരിയ ഓഫ് സെമി സർക്കിൾ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയാം അല്ലേ. ഏരിയ ഓഫ് ട്രയാങ്കിൾ, ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പി ക്യു ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഏരിയ ഓഫ് സെമി സർക്കിൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം അല്ലേ. സെമി സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ്. ഏരിയ ഓഫ് സെമി സർക്കിൾ ഈസ് ഈക്വൽ ടു എന്താണ്? സെമി സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല, ഒരു സർക്കിളിൻ്റെ ഏരിയ കാണാനായിട്ടുള്ള ഫോർമുല പൈ ആർ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ സെമി സർക്കിൾ ആണെങ്കിൽ എന്ത് പറയാം? ഹാഫ് ഓഫ് പൈ ആർ സ്ക്വയർ. സർക്കിളിൻ്റെ പൈ ആർ സ്ക്വയർ ആണെങ്കിൽ സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാഫ് ആണ്. അപ്പോൾ ഹാഫ് ഓഫ് പൈ ആർ സ്ക്വയർ ആണ്. വിച്ച് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ലൈക്ക് ദിസ്. ഹാഫ് ഇൻറ്റു പൈയുടെ വാല്യൂ അവർ പ്രത്യേകിച്ചൊന്നും ക്വസ്റ്റനിൽ തരാത്തത് കൊണ്ട് 22/π എന്ന് എടുക്കാം അല്ലേ, 7 എന്ന് എടുക്കാം. ഇൻറ്റു റേഡിയസ്, നമുക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ റേഡിയസ് തന്നിട്ടുണ്ടോ എന്ന് നോക്കൂ. ഈ സർക്കിളിൻ്റെ ഇല്ല. അപ്പോൾ അതാദ്യം നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം ക്യു ആർ എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണ് അല്ലേ. അതാദ്യം നമുക്ക് കണ്ടുപിടിക്കാം. ക്യു ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് പൈത്തഗോറസ് തിയറം ഉപയോഗിക്കാം അല്ലേ. അങ്ങനെയാണെങ്കിൽ 90യുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ക്യു ആർ എന്ന് പറഞ്ഞ ഹൈപ്പോട്ന്യൂസ് ആണ് അല്ലേ. അപ്പോൾ ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? ബേസ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് അതർ ടു സൈഡ്സ് അല്ലേ. പി ക്യു സ്ക്വയർ പ്ലസ് പി ആർ സ്ക്വയർ ആണെന്ന് അറിയാം. പി ക്യു എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 24 ആണ്. സോ 24 സ്ക്വയർ. പി ആർ ഈസ് ഓൾസോ ഗിവൺ 7 സ്ക്വയർ. 24ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 576 ആയി. 7ൻ്റെ സ്ക്വയർ 49 ആയി അല്ലേ. ആഡ് ചെയ്യുമ്പോൾ 625. അതാണ് ക്യു ആർ സ്ക്വയർ വരിക. അപ്പോൾ ക്യു ആർ ഈസ് ഈക്വൽ ടു root of 625 which will be equal to 25 centimeter. അങ്ങനെ നമുക്ക് ക്യു ആർ കണ്ടുപിടിക്കാൻ പറ്റും. ക്യു ആറിൻ്റെ വാല്യൂ പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് 25 എന്ന് കിട്ടി. ക്യു ആർ എന്ന് പറയുന്നത് ഡയാമീറ്റർ ഓഫ് ദ സർക്കിൾ ആണ് അല്ലേ. നോക്കൂ, ക്യു ആർ എന്ന് പറയുന്നത് ഡയാമീറ്റർ ഓഫ് ദ സർക്കിളാണ്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും വരിക? 25/2 ആയിരിക്കും റേഡിയസ്. ഓക്കെ, സോ ഇവിടെ റേഡിയസ് തന്നിട്ടില്ല. അപ്പോൾ ആദ്യം ഡയാമീറ്റർ കണ്ടുപിടിച്ച് അതിൻ്റെ ഹാഫ് എടുത്താൽ റേഡിയസ് കിട്ടും. അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കിനി റേഡിയസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് വാല്യൂ? 25/2 ഇൻറ്റു 25/2 അല്ലേ. റേഡിയസ് സ്ക്വയർ ആണ്. അപ്പോൾ 2 പ്രാവശ്യം എഴുതണം. സിംപ്ലിഫിക്കേഷൻ നമുക്ക് ചെയ്യാവുന്നതുണ്ട്. 22ൽ 11 ടൈംസ് വി ക്യാൻ ക്യാൻസൽ അല്ലേ. ദെൻ നത്തിങ് എൽസ്. ഓക്കെ, ഇത്ര മാത്രം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. 11 ഇൻറ്റു 25 into 25, we know it is 625 divided by 7 into 2, 14, 14 into 2, 28 അല്ലേ. ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 28 എന്ന് വരും. 625നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 625 into 11 എന്ന് പറഞ്ഞാൽ 625 അല്ലേ. ആഡ് ചെയ്യുമ്പോൾ 5, 7, 8, 6. What you will be getting? 6,875 divided by 28, that much centimeter square. ഇതായിരിക്കും നമ്മുടെ ഏരിയ ഓഫ് സെമി സർക്കിൾ കിട്ടുക. ഏരിയ ഓഫ് സെമി സർക്കിൾ എത്ര വരിക? 6,875 divided by 28, that much centimeter square. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഏരിയ ഓഫ് സെമി സർക്കിൾ ആണ് അല്ലേ. നെക്സ്റ്റ് ഇനി എന്ത് കണ്ടുപിടിക്കണം? ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കണം. അപ്പോഴാണ് നമുക്ക് ടോട്ടൽ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇപ്പോൾ നമുക്ക് ഏരിയ ഓഫ് സെമി സർക്കിൾ കിട്ടിയിട്ടാ 6,875 divided by 28. ഇതാണ് നമ്മുടെ ഏരിയ ഓഫ് ദ സെമി സർക്കിൾ കിട്ടിയത്. നെക്സ്റ്റ് ഞാൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. ഞാനിവിടെ കാൽക്കുലേഷൻ ചെയ്യാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു, ട്രയാങ്കിളിൻ്റെ പേര് PQR എന്ന് പറഞ്ഞ ട്രയാങ്കിൾ അല്ലേ. ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR ഈസ് ഈക്വൽ ടു
നോക്കൂ, ഈ രണ്ട് സൈഡ്സ് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇത് ബേസും ഇത് ഓൾട്ടിറ്റ്യൂഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഏത് ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം? ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം അല്ലേ. സോ ഇറ്റ് ഈസ് ഹാഫ് ഇൻറ്റു, ഇവിടെ ബേസ് 7 ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ തിരിച്ചെടുത്താലും കുഴപ്പമില്ല. സോ 7 ഒരു സൈഡ്, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24. അപ്പോൾ ബേസ് 7 ആണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് 24. സോ 7 ഇൻറ്റു 24 ഉപയോഗിച്ചത് ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന ഫോർമുല കേട്ടോ. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 24ൽ 12 ടൈംസ് കട്ട് ചെയ്യാം അല്ലേ. 12 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 84 എന്നായി. ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എത്രയാണ്? 84 സെൻറ്റിമീറ്റർ സ്ക്വയർ. നോക്കൂ, ഏരിയ ഓഫ് സർക്കിൾ, സെമി സർക്കിൾ ആദ്യം കണ്ടുപിടിച്ചു. ഇപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിച്ചു അല്ലേ. ഇനി നമുക്ക് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫോർമുലയിൽ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് ഫോർമുല? ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ ഈസ് ഈക്വൽ ടു, ഓർ ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു, ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള ഫോർമുലയിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ആദ്യം എത്രയാണ് കിട്ടിയിട്ടുള്ള? ഏരിയ ഓഫ് സെമി സർക്കിൾ 6875 ഡിവൈഡഡ് ബൈ 28 അല്ലേ. അതിൽ നിന്ന് ഏരിയ ഓഫ് ട്രയാങ്കിൾ എത്രയാണ്? 84. അത് മൈനസ് ചെയ്യണം അല്ലേ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അല്ലേ. LC എടുത്ത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഒരു 1 ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയാലോ. 1 ഇൻറ്റു 6875 എന്ന് പറയുമ്പോൾ അതന്നെ അല്ലേ. മൈനസ് ഇവിടെ എന്തായിരിക്കും വരിക? 84 ഇൻറ്റു 28 എന്നായി, ഹോൾ ഡിവൈഡഡ് ബൈ 28. LC എടുത്തു കേട്ടോ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് LC എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ 28 ഇൻറ്റു 84 ഹോൾ ഡിവൈഡഡ് ബൈ 28 എന്നായി. 84 ഇൻറ്റു 28 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ so it will be, what you will be getting is 2352 അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 2352 ആണ് വരിക. അപ്പോൾ 6875 മൈനസ് 2352 ഡിവൈഡഡ് ബൈ 8 എന്നായി അല്ലേ. സബ്ട്രാക്ഷൻ ചെയ്യാൻ 6875 എന്ന് 2352 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 3 ബാക്കി 254 അല്ലേ. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഈസ് 4523 divided by 8, correction, it is 28 actually, 28 centimeter square. So what will be the final answer? You will be getting 4523 divided by 28, that much centimeter square. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ വരിക. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഒരു സെമി സർക്കിൾ ആണ്, അതിൽ നിന്ന് ട്രയാങ്കിൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഷെയ്ഡഡ് പോർഷൻ ആയിരിക്കും വരിക. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ if radii of two concentric circles with center O are 7 cm and 14 cm respectively and angle AOC is equal to 40 degree. ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ച് നോക്കൂ. നമുക്ക് ഇവിടെയും ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെ ഫിഗർ തന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ പ്രോബ്ലംസ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ. ഫിഗർ തരുന്ന കേസിൽ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഈസിയാണ്. നമുക്ക് ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. താഴേക്ക് തന്നിട്ടുള്ളതൊന്ന് കോപ്പി ചെയ്യാം കേട്ടോ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സർക്കിൾ ആദ്യം തന്നിട്ടുണ്ട്, മറ്റൊരു സർക്കിൾ തന്നിട്ടുണ്ട് അല്ലേ. രണ്ട് സർക്കിൾസ് ഇതുപോലെ തന്നിട്ടുണ്ട്. ടു കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറഞ്ഞാൽ ഹാവിങ് സെയിം സെൻറ്റർ അല്ലേ. രണ്ടിൻ്റെയും സെൻറ്റർ സെയിം ആയിട്ട് വരുന്നതിനാണ് എന്ത് പറയാം? കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറയാം. അപ്പോൾ ഇത് കോൺസെൻട്രിക് സർക്കിൾ ആണ്. അപ്പോൾ രണ്ടിൻ്റെയും സെൻറ്റർ ഒന്നാണ്. എത്രയാണ്? 0 ആണ്. ഐ മീൻ O ആണ് അല്ലേ. സെൻറ്റർ O ആണ് കേട്ടോ. മനസ്സിലാക്കി വയ്ക്കുക. ഫിഗർ തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഒരു സെക്ടർ എന്ന് പറയാം അല്ലേ. ഇങ്ങനെ തന്നിട്ടുണ്ട്. ഈ ഭാഗം ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ദിസ് ഈസ് ദ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നു. ഈ ഷെയ്ഡഡ് പോർഷനാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഷെയ്ഡഡ് പോർഷൻ നമുക്ക് കണ്ടുപിടിക്കണം കേട്ടോ. എങ്ങനെയാണ് ഈ ഷെയ്ഡഡ് പോർഷൻ കണ്ടുപിടിക്കാൻ നോക്കാം. ഒരു പേര് തന്നിട്ടുണ്ട്. ഇത് BD എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിന് നമുക്ക് AC എന്ന് പറയുന്ന ഒരു ആർക്ക് തന്നിട്ടുണ്ട്. AC ആംഗിൾ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 40 ഡിഗ്രി ആണ് കേട്ടോ. 40 ഡിഗ്രി ദാറ്റ് ഈസ് ഗിവൺ. ഫിഗറിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 40
ഡിഗ്രി. രണ്ട് കാര്യം കൂടി തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ വായിച്ചാൽ അറിയാം. റേഡിയൈ ഓഫ് ടു കോൺസെൻട്രിക് സർക്കിൾസ് വിത്ത് സെൻറ്റർ ഒ ആർ 7 സെൻറ്റിമീറ്റർ ആൻഡ് 14 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഈ സ്മോൾ സർക്കിൾ കാണാം അല്ലേ, ഉള്ളിൽ വരുന്ന ഒരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ റേഡിയസ് ആണ് 7 സെൻറ്റിമീറ്റർ. ഈ ബിഗർ സർക്കിളിൻ്റെ റേഡിയസ് ആണ് എത്ര, 14 സെൻറ്റിമീറ്റർ. അപ്പോൾ സ്മോൾ സർക്കിളിൻ്റെ റേഡിയസ് 7 സെൻറ്റിമീറ്ററും ബിഗർ സർക്കിളിൻ്റെ റേഡിയസ് 14 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നു ക്വസ്റ്റ്യനിൽ. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ 2 സെക്ടർ ഉണ്ടെന്ന് പറയാം അല്ലേ. നമുക്കറിയാം ഒരു സെക്ടർ വേണമെങ്കിൽ എന്ത് വേണം, 2 റേഡിയസ് വേണം, ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ 2 റേഡിയസിൻ്റെ ഇടയിലുള്ള പോർഷനെയാണ് നമ്മൾ സെക്ടർ എന്ന് പറയുക. അപ്പോൾ നമുക്കിവിടെ ഈ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ ഒരു ബിഗർ സെക്ടർ ഉണ്ട് അല്ലേ, അതിൽ നിന്ന് സ്മോളർ സെക്ടർ എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. ബിഗർ സെക്ടർ എന്ന് പറയുമ്പോൾ OAC ആണല്ലോ, സ്മോളർ സെക്ടർ എന്ന് പറഞ്ഞാൽ OBD. ആ സ്മോളർ സെക്ടർ ബിഗർ സെക്ടർ എന്ന് മൈനസ് ചെയ്താൽ ബാക്കിയുള്ളത് നമ്മുടെ ഷെയ്ഡഡ് റീജിയൻ ആയിരിക്കും. ഇങ്ങനെ വേണം നമുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് എഴുതാം. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു, ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞേ, 2 സർക്കിൾ ഉണ്ട്. ബിഗർ സർക്കിളിൻ്റെ സെക്ടർ ആണ് ബിഗർ സെക്ടർ, സ്മോളർ സർക്കിളിൻ്റെ സെക്ടർ ആണ് സ്മോളർ സെക്ടർ. അപ്പോൾ ഏരിയ ഓഫ് ബിഗർ സെക്ടർ എന്ന് എഴുതാം, മൈനസ്, അല്ലെങ്കിൽ അതിൻ്റെ പേര് കൊടുക്കാം അല്ലേ, ബിഗർ സെക്ടർ എന്ന് പറഞ്ഞാൽ OAC, മൈനസ് ഏരിയ ഓഫ് സ്മോളർ സെക്ടർ എന്ന് പറഞ്ഞാൽ OBD. നോക്കൂ, ബിഗർ സെക്ടർ ആണ് OAC, സ്മോളർ സെക്ടർ ആണ് OBD. രണ്ടും ഓരോ സെക്ടേഴ്സ് ആണ്. അത് മൈനസ് ചെയ്താൽ നമുക്ക് ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം ഇവിടെ ഏരിയ ഓഫ് OAC, ഏരിയ ഓഫ് OBD, ഇത് രണ്ടും സെക്ടേഴ്സ് ആണ്. നമുക്കറിയാം, ഫിഗർ നോക്കിയാൽ അറിയാം, ഇത് 2 സെക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടും സെക്ടർ ആയതുകൊണ്ട് ഓരോന്ന് വേറെ വേറെ കണ്ടുപിടിക്കുന്നതിനേക്കാളും എളുപ്പം ഡയറക്റ്റ് ഒരേ ഷേപ്പാണല്ലോ രണ്ടും. അപ്പോൾ ഫോർമുല സിമിലർ ആയതുകൊണ്ട് കോമൺ ടേം പുറത്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ കുറച്ചും കൂടി ഈസി. ഇവിടെ നമുക്ക് ഓരോന്ന് വേറെ കണ്ടുപിടിക്കുന്നതിനേക്കാളും ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി. അപ്പോൾ രണ്ടും സെക്ടർ ആയതുകൊണ്ട്. അപ്പോൾ ഏരിയ ഓഫ് OAC എന്ന് പറഞ്ഞാൽ OAC ഒരു സെക്ടറാണ്. അതിൻ്റെ ഫോർമുല നമുക്കറിയാം, θ/360 ഇൻറ്റു പൈ ക്യാപിറ്റൽ R എന്ന് ഞാൻ എടുത്തു. അതായത് ഔട്ടർ സർക്കിൾ അല്ലെങ്കിൽ ബിഗർ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ R എന്ന് ഞാൻ എടുത്തത് കേട്ടോ. ഇതാണ് ക്യാപിറ്റൽ R. സ്മോളർ സർക്കിളിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ R എന്ന് എടുത്തോളൂ കേട്ടോ, കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ടാണ്. അപ്പോൾ θ/360 ഇൻറ്റു പൈ R² മൈനസ് സ്മോളർ സർക്കിളിൻ്റെ സെക്ടറിൻ്റെ ഫോർമുല എഴുതുമ്പോൾ θ/360 അതെല്ലാം കോമൺ ആണ്, പൈയും കോമൺ ആണ്, റേഡിയസ് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. ഈ സ്മോൾ സർക്കിളിൻ്റെ റേഡിയസ് സ്മോൾ R എന്ന് എടുക്കുകയാണെങ്കിൽ പൈ R². എന്താ പറഞ്ഞത്, ഇത് ബിഗർ സെക്ടർ ആയതുകൊണ്ട് റേഡിയസ് ക്യാപിറ്റൽ R എന്ന് എടുത്തു, ഇത് സ്മോളർ സെക്ടർ ആയതുകൊണ്ട് റേഡിയസ് സ്മോൾ R എന്ന് എടുത്തു. ബാക്കിയെല്ലാം കോമൺ ആണ്, രണ്ടും സെക്ടർ ആയതുകൊണ്ട്. ഓക്കെ, ഇതിലെല്ലാം കോമൺ ആയിട്ട് വരുന്ന ടേംസ് നമുക്ക് പുറത്തേക്ക് എടുക്കാമല്ലോ. തീറ്റ അതുപോലെ രണ്ടിൻ്റെ സെയിം ആംഗിൾ ആണ് കേട്ടോ, അതുകൊണ്ടാണ് തീറ്റ എന്ന് തന്നെ ഞാൻ, രണ്ടിനും സെയിം ആംഗിൾ ആണ്. ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദ സെൻറ്റർ എന്ന് പറഞ്ഞത് രണ്ടിനും സെയിം ആണ്. ഓക്കെ, പൈ, ഇത്രയും കാര്യങ്ങൾ പുറത്തെടുത്താൽ ഇവിടെ ബാക്കി ഉണ്ടാവുക R², ഇവിടെ ബാക്കി ഉണ്ടാവുക ഏതാ, സ്മോൾ R². കോമൺ ആയിട്ടുള്ള ടേം θ/360 ഇൻറ്റു പൈ നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ വാട്ട് വിൽ ബി ലെഫ്റ്റ് ഹിയർ, R² മൈനസ് ഇവിടെ ഏതായിരിക്കും, സ്മോൾ R². കോമൺ ആയിട്ടുള്ള പുറത്തെടുത്തു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ഈ പ്രോബ്ലത്തിൽ 40 ഡിഗ്രിയാണ് സെൻറ്റർ ആയിട്ട് ഉണ്ടാക്കുന്നത് അല്ലേ. സോ ഇറ്റ് ഈസ് 40 ഡിവൈഡഡ് ബൈ 360. 2 ആർക്കിനും ഒരേ ആംഗിൾ തന്നെയാണ് കേട്ടോ 40. സോ അതുകൊണ്ടാണ് കോമൺ ആയിട്ട് എടുത്തത്. പൈയുടെ വാല്യൂ 22/7. ക്യാപിറ്റൽ R എന്ന് പറഞ്ഞ ബിഗർ സർക്കിളിൻ്റെ റേഡിയസ് ആണ്, എത്രയാണ്, 14 ആണ് അല്ലേ, മൈനസ് 14² മൈനസ് സ്മോൾ R എന്ന് പറഞ്ഞാൽ സ്മോളർ സർക്കിളിൻ്റെ റേഡിയസ് ആണ്, അത് 7 ആണ്. അപ്പോൾ 7². ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ 14ഉം സ്മോൾ R എന്ന് പറഞ്ഞാൽ 7 ആണ് കേട്ടോ. ഓക്കെ, നമുക്കിനി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. 0 0 കട്ട് ചെയ്യാം, 4 36ൽ 9 ടൈംസ് കട്ട് ചെയ്യാം അല്ലേ. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഈസ് ലൈക്ക് ദിസ്. 22 ഉണ്ട് മുകളിൽ, പിന്നെ ഈ ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ, ബാക്കിയെല്ലാം കട്ട് ചെയ്ത് പോയി. 14ൻ്റെ സ്ക്വയർ 196 ആണ് നമുക്കറിയാം, 7ൻ്റെ സ്ക്വയർ 49 ആണ്, അത് അതുപോലെ എഴുതി, ഡിവൈഡഡ് ബൈ ഇവിടെയുള്ളത് 9 ഇൻറ്റു 7 ആണല്ലോ. ഇതിനെ ഫർദർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഈക്വൽ ടു 22 അതുപോലെ എഴുതി
സബ്ട്രാക്ഷൻ ചെയ്യാം അല്ലേ. 196 49 മൈനസ് ചെയ്യുമ്പോൾ നമുക്കറിയാം 147 എന്ന് വരും അല്ലേ. സോ 196 49 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 147 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 7. ഈ 9ൽ 3 കട്ട് ചെയ്യാലോ. 3 ടൈംസ് 147ൽ 3 കട്ട് ചെയ്യാം. 14ൽ 4 ടൈംസ് 12 റിമൈനിങ് 27 9 ടൈംസ് അല്ലേ. 7 49ൽ കട്ട് ചെയ്യാം 7 ടൈംസ്. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഈസ് 22 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 3. 22 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 140 പ്ലസ് 14 അല്ലേ. 154 ഡിവൈഡഡ് ബൈ 3. ദാറ്റ് മച്ച് centimeter square. That will be the area of the shaded region. അപ്പോൾ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ബിഗർ സെക്ടർ നിന്ന് സ്മോളർ സെക്ടർ മൈനസ് ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. രണ്ടും സെക്ടർ ആയതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് ടേം പുറത്തെടുത്താൽ ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ വേറെയാണ് നമ്മൾ സാധാരണ ചെയ്യാറെങ്കിലും ഇങ്ങനെ ഒരേ ഷേപ്പ് ആണെങ്കിൽ ഒരുമിച്ച് ചെയ്യണതാണ് നമുക്ക് എളുപ്പം. കാരണം കോമൺ ടേം പുറത്തെടുത്താൽ സിംപ്ലിഫിക്കേഷൻ കുറച്ചും കൂടി ഈസിയാവും. അങ്ങനെ നമുക്ക് ആൻസർ 154 ഡിവൈഡഡ് ബൈ 3 സെൻറ്റിമീറ്റർ സ്ക്വയർ ഇങ്ങനെ കിട്ടും കേട്ടോ ആൻസർ. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ ഇൻ ഫിഗർ 12.21 ഇഫ് ABCD is a square of side 14 centimeter and APD and BPC are semi circles. മറ്റൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നല്ലവണ്ണം വായിച്ച് നോക്കണം കേട്ടോ. ഇവിടെ എന്താണ് നമുക്ക് തന്നിട്ടുള്ള രണ്ട് ഫിഗറുകൾ നോക്കൂ. ഒന്ന് തന്നിട്ടുള്ളത് ഒരു സ്ക്വയർ ആണ് അല്ലേ. പിന്നെ എന്താ തന്നിട്ടുള്ളത്? സെമി സർക്കിളും അല്ലേ. ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഫിഗർ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ക്വയർ തന്നിട്ടുണ്ട് നമുക്ക്. സ്ക്വയറിൻ്റെ പേര് ABCD. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കൂ. ഒരു സെമി സർക്കിൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഇവിടെ ഒരു സെമി സർക്കിൾ ഉണ്ടെന്ന് പറയണു. രണ്ട് സെമി സർക്കിൾസ് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ക്വയറും രണ്ട് സെമി സർക്കിൾസും ഉണ്ട്. ഇനി ഇവിടെയാണ് ഷെയ്ഡഡ് പോർഷൻ നമുക്ക് തന്നിട്ടുള്ളത്. ഇതാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇത്രയും പോർഷൻ ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഏരിയ ഓഫ് ദിസ് ഷെയ്ഡഡ് പോർഷൻ കണ്ടുപിടിക്കണം അല്ലേ. ദിസ് ഈസ് വാട്ട് വി നീഡ് ടു ഫൈൻഡ് ഔട്ട്. ഇത്രയും ഭാഗത്തെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഓഫ് ദിസ് ഷെയ്ഡഡ് പോർഷൻ നമുക്ക് കണ്ടുപിടിക്കണം. സിമ്പിളാണല്ലോ. നോക്കൂ എങ്ങനെയാണ് ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ കിട്ടുക. ഇവിടെയും കോമ്പിനേഷൻ ഓഫ് പ്ലെയിൻ ഫിഗേഴ്സ് ആണ്. ഏതൊക്കെയാണ് ഷേപ്പ്? ഒന്ന് സ്ക്വയർ ആണ്, പിന്നെ രണ്ട് സെമി സർക്കിൾസ് ആണ് അല്ലേ. സ്ക്വയറും സെമി സർക്കിളാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നോക്ക് എങ്ങനെയാണ് ഈ ഷെയ്ഡഡ് പോർഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. ഇവിടെ P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അല്ലേ. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ അല്ലെങ്കിൽ രണ്ട് സെമി സർക്കിൾസ് ടച്ച് ചെയ്യുന്ന പോയിന്റ് P എന്നുകൂടി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഷെയ്ഡഡ് പോർഷൻ കണ്ടുപിടിക്കാനായിട്ട് വളരെ സിമ്പിളാണ്. എന്താ, ടോട്ടൽ ഫിഗർ ഒരു സ്ക്വയർ ആണല്ലോ. ആ സ്ക്വയറിന് ഇവിടെ ഒരു സെമി സർക്കിൾ ഉണ്ട്, ഇവിടെ ഒരു സെമി സർക്കിൾ ഉണ്ട്. അപ്പോൾ ആ രണ്ട് സെമി സർക്കിളിൻ്റെ ഏരിയ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് റിമൈനിങ് വിൽ ബി ദ ഷെയ്ഡഡ് പോർഷൻ. അപ്പോൾ രണ്ട് സെമി സർക്കിൾ ആ സ്ക്വയറിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്തായിരിക്കും? ഷെയ്ഡഡ് പോർഷൻ ആയിരിക്കും. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റെപ്പ് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു, ആദ്യം നമുക്കൊരു സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഏരിയ ഓഫ് സ്ക്വയർ, സ്ക്വയറിൻ്റെ പേര് ABCD എന്ന് വേണമെങ്കിൽ കൊടുക്കാം അല്ലേ, മൈനസ് ഏരിയ ഓഫ് എത്ര സെമി സർക്കിൾസ് ഉണ്ട്? 2 സെമി സർക്കിൾസ് അല്ലേ. രണ്ട് സെമി സർക്കിൾസ് ഉണ്ട് കേട്ടോ. ഏരിയ ഓഫ് 2 സെമി സർക്കിൾസ്. ഈ രണ്ട് സെമി സർക്കിളിൻ്റെ ഏരിയ സ്ക്വയറിൽ നിന്ന് മൈനസ് ചെയ്ത് കളഞ്ഞാൽ ബാക്കി ഷെയ്ഡഡ് പോർഷൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ എഴുതാം സിംപ്ലിഫൈ ചെയ്തിട്ട്. ഏരിയ ഓഫ് സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് ABCD എന്ന് പറയുന്ന ഒരു സ്ക്വയർ അല്ലേ, മൈനസ് ഏരിയ ഓഫ് 2 സെമി സർക്കിൾ. രണ്ട് സെമി സർക്കിൾസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഷേപ്പ് ആയിരിക്കും വരിക എന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ രണ്ട് സെമി സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ രണ്ട് സെമി സർക്കിൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സർക്കിൾ ആണ് അല്ലേ, നമുക്കറിയാം. അപ്പോൾ ഏരിയ ഓഫ് 2 സെമി സർക്കിൾസ് എന്നതിന് പകരം ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് എഴുതാലോ. ക്ലിയർ ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ ആർക്കെങ്കിലും. രണ്ട് സെമി സർക്കിൾസ് കൂടി ജോയിൻ ചെയ്താൽ ഒരു സർക്കിൾ ആണ്.
അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് 2 സെമി സർക്കിൾസിന് പകരം എന്ത് എഴുതാം? ഏരിയ ഓഫ് എ സർക്കിൾ കണ്ടുപിടിച്ചാൽ മതി. രണ്ട് സെയിം ആണല്ലോ. രണ്ട് സെമി സർക്കിൾ ജോയിൻ ചെയ്താൽ ഒരു സർക്കിൾ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ രണ്ട് പാർട്ടും കണ്ടുപിടിക്കണം. രണ്ടും വേറെ വേറെ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് നമുക്ക് ചെയ്യാം. ആദ്യം കണ്ടുപിടിക്കാനായിട്ട് ഏരിയ ഓഫ് സ്ക്വയർ, അതിൻ്റെ പേരെന്താ? ABCD അല്ലേ? ABCD എന്ന് പറയുന്ന ഒരു സ്ക്വയർ, അതാണ് കണ്ടുപിടിക്കുന്നത്. സ്ക്വയർ ABCD. ഏരിയ ഓഫ് എ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം. സൈഡ് ഇൻറ്റു എ സ്ക്വയർ, അതാണ് ഫോർമുല അല്ലേ? സൈഡ് ഇൻറ്റു സൈഡ്, എ സ്ക്വയർ. ഇവിടെ എ എന്ന് പറയുന്നത് സൈഡ് ഓഫ് ദ സ്ക്വയർ ആണ്. ക്വസ്റ്റ്യനിൽ വായിച്ച് നോക്കൂ എന്തൊക്കെയാണ് മെഷർമെൻറ്റ്സ് തന്നിട്ടുള്ളത് നോക്കൂ കേട്ടോ. ഇവിടെ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? സ്ക്വയർ ഓഫ് സൈഡ് 14 സെൻറ്റിമീറ്റർ. ഈ സൈഡ് സ്ക്വയറിൻ്റെ സൈഡ് 14 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നത്. നമുക്കറിയാം സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വലാണ്. അപ്പോൾ സൈഡ് തന്നിട്ടുണ്ട് കേട്ടോ, 14 സെൻറ്റിമീറ്റർ. സോ ഇറ്റ് ഈസ് 14 സ്ക്വയർ. 14 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 196. സോ 196 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതായിരിക്കും ഏരിയ ഓഫ് സ്ക്വയർ ABCD. അപ്പോൾ ABCD എന്ന് പറയുന്ന സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ABCD എന്ന് പറയുന്ന സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 196. ഏത് ഫോർമുല ഉപയോഗിച്ച്? സൈഡ് ഇൻറ്റു സൈഡ്, എ സ്ക്വയർ, ആ ഫോർമുല കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഏരിയ ഓഫ് എ സർക്കിൾ കണ്ടുപിടിക്കാം അല്ലേ? ഒരു സർക്കിൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫോർമുല അറിയാം. സർക്കിളിൻ്റെ ഫോർമുല എന്തായിരുന്നു? പൈ ആർ സ്ക്വയർ, അതായിരുന്നുള്ള ഫോർമുല. പൈക്ക് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ 22/7. റേഡിയസ് എങ്ങനെ നമുക്ക് കിട്ടും നോക്കൂ. സൈഡ് 14 ആണെന്ന് പറയുന്നത്. അപ്പോൾ BC എന്ന് പറയുന്ന സൈഡ് എത്രയാണ്? 14 ആണ്. ഇത് ഈ സർക്കിളിൻ്റെ എന്താണ്? ഡയാമീറ്റർ ആണ്. ഇത് സെമി സർക്കിൾ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഇത് ഡയാമീറ്റർ ആയിരിക്കും അല്ലേ? അപ്പോൾ ഡയാമീറ്റർ ആണ് ആക്ച്വലി 14 എന്ന് പറയുന്നത്. അത് 14 എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ സൈഡാണ്, സെമി സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണ്. അതാണ് മനസ്സിലാക്കി വയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഡയാമീറ്റർ ആണ് 14 എന്ന് പറയുന്നത്. ഇതൊരു ഡയാമീറ്റർ ആണ്. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ 14ൻ്റെ ഹാഫ് അല്ലേ വരിക? എത്രയായിരിക്കും വരിക? 7 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലാക്കണം, ഡയാമീറ്റർ ആണ് ഇവിടെ 14. സൈഡ് എന്ന് പറയുന്നത് ഡയാമീറ്റർ ആയിട്ടാണ് വരിക. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 7 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. പൈ ഇൻറ്റു 22/7 ഇൻറ്റു 7 ഇൻറ്റു 7. അതിലൊരു 7 കട്ട് ചെയ്യാം. 22 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 154 അല്ലേ? സോ യു വിൽ ബി ഗെറ്റിംഗ് ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 154 സെൻറ്റിമീറ്റർ സ്ക്വയർ. കറക്ഷൻ. ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 154 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ രണ്ട് സെമി സർക്കിൾ ജോയിൻ ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് 2 സെമി സർക്കിളിന് പകരം എ സർക്കിൾ എന്ന് ഞാൻ എഴുതിയത്. അതിൻ്റെ ഏരിയ ആണ് നമുക്ക് കിട്ടിയത് 154. ഇനി നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ. ഇതായിരുന്നല്ലോ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ സ്ക്വയർ. സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണ്? 196 മൈനസ് ഏരിയ ഓഫ് എ സർക്കിൾ. ഇതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 154 അല്ലേ? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുക? 42 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ വിൽ ബി ഈക്വൽ ടു 42 സെൻറ്റിമീറ്റർ സ്ക്വയർ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എന്താ? ഒരു സ്ക്വയറിൽ നിന്ന് രണ്ട് സെമി സർക്കിൾ മൈനസ് ചെയ്താൽ മതി. രണ്ട് സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ ഒരു സർക്കിൾ, അതിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ നമുക്ക് ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്യേണ്ടത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 4 നെക്സ്റ്റ് വി ക്യാൻ ഡു. I shall read the question. Find the area of the shaded region where a circular arc of radius 6 cm has been drawn with vertex O of an equilateral triangle OAB of side 12 cm as center. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഫിഗർ ഇവിടെയും നമുക്ക് തന്നിട്ടുണ്ട്. ഒരല്പം ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ട പ്രോബ്ലം ആണ് കേട്ടോ ക്വസ്റ്റ്യൻ നമ്പർ 4. കാരണം അവിടെ രണ്ട് ഫിഗേഴ്സിൻ്റെ കോമ്പിനേഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ യു മസ്റ്റ് ബി ലിറ്റിൽ കെയർഫുൾ. എന്താണ് ഫിഗർ തന്നിട്ടുള്ളത് നല്ലോണം നോക്കൂ. ഒരു ട്രയാങ്കിൾ ഉണ്ട്, പിന്നെ എന്താണ് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ? ഒരു സർക്കിൾ ഉണ്ട് അല്ലേ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫിഗർ. വരയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ വരും. ഒരു സർക്കിൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട് അല്ലേ? ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറയണം. അപ്പോൾ സപ്പോസ് ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഇതൊരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കൂ കേട്ടോ. സോ വി ക്യാൻ ഡ്രോ ദ ഫിഗർ ലൈക്ക് ദിസ്.
ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ് വന്നിട്ടുള്ളത്. ഫോം ഇറ്റ് ഈസ് ഗിവൺ ലൈക്ക് ദിസ്. ഓക്കെ, ഒരു സർക്കിൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആണ് ഈ പോയിന്റ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. OAB എന്ന് പറയുന്നതാണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ ഹോൾ ഏരിയ അല്ലെങ്കിൽ എല്ലാ ഭാഗവും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ ഈ എല്ലാ റീജിയനും നമുക്ക് കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലെല്ലാ ഭാഗവും ഷെയ്ഡഡ് റീജിയൻ ആണ്. ഒന്നും വിട്ടുപോയിട്ടില്ല, എല്ലാ ഭാഗവും ഷെയ്ഡഡ് റീജിയൻ ആണ്. ഈ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയായിരിക്കും ഈ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കുക? ഇവിടെ കോമ്പിനേഷൻ ഓഫ് ടു ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് സർക്കിളും ഒന്ന് ഏതാ ട്രയാങ്കിളാണ്. ആ ട്രയാങ്കിൾ ഏത് ട്രയാങ്കിളാണ്? ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. അത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ഒക്കെ ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണെന്നുള്ളത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം കേട്ടോ. OAB എന്നാണ് ട്രയാങ്കിളിൻ്റെ പേര്. മറ്റൊരു കാര്യം തന്നിട്ടുള്ളത് 12 സെൻറ്റിമീറ്റർ ഈസ് ദ സൈഡ് അല്ലേ. OABയുടെ സൈഡ് 12 സെൻറ്റിമീറ്റർ ആണ്. 12 എന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം എത്രയായിരിക്കും? 12. ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണല്ലോ, എല്ലാ സൈഡും 12 സെൻറ്റിമീറ്റർ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനി എന്താണ് മറ്റൊരു കാര്യം തന്നിട്ടുള്ളത്? റേഡിയസ് 6 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. സർക്കിളിൻ്റെ റേഡിയസ് ഇറ്റ് ഈസ് ഗിവൺ 6 സെൻറ്റിമീറ്റർ. റേഡിയസ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള പോർഷൻ അല്ലേ, ഈ ലെങ്ത്, അതാണ് 6 സെൻറ്റിമീറ്റർ. റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇറ്റ് ഈസ് ഗിവൺ 6 സെൻറ്റിമീറ്റർ. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ടോട്ടൽ ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുക? ഇങ്ങനെ വേണം ആലോചിക്കാനായിട്ട്. അപ്പോൾ ഇത് രണ്ട് തരത്തിൽ ചെയ്യാം. കുറച്ചും കൂടി ഈസി ആയിട്ട് ചിന്തിക്കാവുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഒരു സർക്കിളിൽ നിന്ന് ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പറയാം, ഇതൊരു മൈനർ ആർക്കാണെന്ന് പറയാം. ആർക്കല്ല, മൈനർ സെക്ടർ ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ ഒരു സർക്കിളിൽ നിന്ന് മൈനർ സെക്ടർ മൈനസ് ചെയ്ത് കളഞ്ഞാൽ ബാക്കിയുള്ളത് ഈ മേജർ സെക്ടർ ആയിരിക്കും. അങ്ങനെ കണ്ടുപിടിക്കാം. അതൊരു മെത്തേഡ്. അതിൻ്റെ കൂടെ ട്രയാങ്കിളിൻ്റെ ഏരിയ ആഡ് ചെയ്താൽ മതി. അതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ മേജർ സെക്ടർ, ഒരു സെക്ടർ ആവണമെങ്കിൽ 2 റേഡിയസ് ഉണ്ടായിരിക്കണം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതൊരു റേഡിയസ് ആണ്, ഇതൊരു റേഡിയസ് ആണ്. ഇതിൻ്റെ ഇടയിലുള്ള പോർഷൻ നമ്മൾ മൈനർ സെക്ടർ എന്ന് പറയും. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള പോർഷനെയാണ് നമ്മൾ എന്ത് പറയുക? മേജർ സെക്ടർ എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മുടെ മേജർ സെക്ടർ എന്ന് പറയുന്നത്. ഈ പോർഷൻ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കുന്നത് എന്താ? ഏരിയ ഓഫ് മേജർ സെക്ടർ ആണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ, ഇത്രയും പോർഷൻ. അങ്ങനെയാണെങ്കിൽ ഇതൊരു സെക്ടറാണ്, സംശയമില്ലല്ലോ. ഇത് 2 റേഡിയസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഏരിയനെ ഏരിയ ഓഫ് സെക്ടർ എന്ന് പറയും. നമുക്കറിയാം ഇതൊരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 60 ഡിഗ്രി ആയിരിക്കും ഈ ട്രയാങ്കിൾ സെൻറ്ററായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ. ബിക്കോസ് ഈക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും എത്രയാണ്? 60 ഡിഗ്രി ആണെന്ന് അറിയാം നമുക്ക്. അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇത് മൈനർ ആർക്കിൻ്റെ മൈനർ സെക്ടറിൻ്റെ ആംഗിളാണ് 60 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ആംഗിളാണ് 60 ഡിഗ്രി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി ഉണ്ടായിരിക്കുന്ന ആംഗിൾ എത്രയായിരിക്കും വരിക? മേജർ സെക്ടറിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? ഇറ്റ് വിൽ ബി, അതാണ് ഇവിടെ തീറ്റ എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറയുന്നത് ഇവിടെ ഏതാ? മേജർ സെക്ടറിൻ്റെ ആംഗിളാണ്. ടോട്ടൽ 360 ആണ്. അതിൽ നിന്ന് ഈ ആംഗിൾ, ഇതൊരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്, അതുകൊണ്ട് ആ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. അത് മൈനസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് എന്തായിരിക്കും വരിക? നമുക്ക് 300 ഡിഗ്രി ആയിരിക്കും ആംഗിൾ തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കേട്ടോ വരുന്നത്, ഈ ആംഗിൾ. അത് എത്രയായിരിക്കും വരിക? 300 ഡിഗ്രി. എന്താ കാരണം? ഇത് 60 ആണ്, ടോട്ടൽ 360 ആണ്. അപ്പോൾ റിമൈനിങ് വിൽ ബി 300. അപ്പോൾ ആംഗിൾ തീറ്റ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു, 300 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്ടറിൻ്റെ ഏരിയ കാണാനായിട്ട് 2 കാര്യങ്ങളാണ് ആവശ്യം. ഒന്ന് ഏതാ? ആംഗിളും പിന്നെ റേഡിയസും. ഇത് രണ്ടും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് മേജർ സെക്ടർ, അങ്ങനെയാണ് ഞാൻ പറയുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. മേജർ സെക്ടർ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് മേജർ സെക്ടർ കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല ഏതാ? തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഏത് സെക്ടർ ആയാലും ഫോർമുല സെയിം ആണ് കേട്ടോ, മൈനർ ആയാലും മേജർ ആയാലും. അതിൽ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ നമുക്കിപ്പോൾ കിട്ടി 300 ഡിഗ്രിയാണ് മേജർ സെക്ടറിൻ്റെ കേട്ടോ. സോ ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പൈ ഈസ് 22/7 ആണ് അല്ലേ. റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള റേഡിയസ് 6 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 6 സ്ക്വയർ ആണ് ഇവിടെ വരിക. 6 ഇൻറ്റു 6 ഫോർമുലയിൽ വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. മനസ്സിലാക്കണം, ഇത്രയും ഭാഗത്ത് ഏരിയ ആണ് കാണുന്നത്, അത് മേജർ സെക്ടർ ആണ്, അതിൻ്റെ ആംഗിൾ 300 ഡിഗ്രി ആണ്. ഇത്രയും കാര്യം മനസ്സിലാക്കുക. 0 കട്ട് ചെയ്ത് കളയാം.
നമുക്കിവിടെ 6 × 6 36 ആ 36ൽ കട്ട് ചെയ്യാം അല്ലേ 6 × 6 36ഉം 36ഉം കട്ട് ചെയ്ത് കളഞ്ഞു ബാക്കി അവിടെ ഉണ്ടാവുക 30 × 22 ഡിവൈഡഡ് ബൈ 7 ആണല്ലോ വേണമെങ്കിൽ 660 ഡിവൈഡഡ് ബൈ 7 എന്ന് എഴുതാം ദാറ്റ് മീൻസ് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇതാണ് ഏരിയ ഓഫ് മേജർ സെക്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാം അല്ലേ നെക്സ്റ്റ് ഏരിയ ഓഫ് മേജർ സെക്ടർ എന്ന് പറയുന്നത് എത്രയായിരിക്കും 660 ബൈ 7 സെൻറ്റിമീറ്റർ സ്ക്വയർ നെക്സ്റ്റ് നമുക്ക് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ ഏരിയ കിട്ടും അല്ലേ ഇതാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ പേരുണ്ടല്ലോ ഒ എ ബി ഇത് ഒ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഒ എന്ന് പറയുന്നത് അപ്പോൾ ഒ എ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ അതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അപ്പോൾ അതിൻ്റെ ഫോർമുല ഏതാ √3/4 എ സ്ക്വയർ ഒ എ ബി ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് √3/4 എ സ്ക്വയർ ദാറ്റ് ഈസ് √3/4 ഇൻറ്റു എ എന്ന് പറയുന്നത് സൈഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ അത് തന്നിട്ടുണ്ടല്ലോ 12 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ 12 സ്ക്വയർ 12 × 12 അങ്ങനെയാണ് വരിക 4 12ൽ കട്ട് ചെയ്യാം 3 ടൈംസ് അല്ലേ 12 × 3 36 √3 ഇതായിരിക്കും നമ്മുടെ ദാറ്റ് മച്ച് ഏരിയ ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ ദാറ്റ് വിൽ ബി ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഒ എ ബി അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഒ എ ബി എന്ന് പറയുന്നത് 36 √3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ ഇവിടെ മനസ്സിലാക്കുന്നത് ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹോൾ ഏരിയ ആണ് ഇത് മുഴുവൻ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പോർഷൻ ആണ് അല്ലേ അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ മൊത്തം ഏരിയ കണ്ടുപിടിക്കണം അല്ലേ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ സബ്ട്രാക്ഷൻ അല്ല എപ്പോഴും സബ്ട്രാക്ഷൻ ആണെന്ന് വിചാരിക്കരുത് ഇവിടെ എന്താ വരിക രണ്ട് ഏരിയയും കൂടി ആഡ് ചെയ്യാണ് വേണ്ടത് അല്ലേ അപ്പോൾ ഏരിയ ഓഫ് ദ മേജർ സെക്ടർ പ്ലസ് ഏരിയ ഓഫ് ദ എന്തായിരിക്കും വരിക സെക്ടർ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ അതായിരിക്കും വരിക കേട്ടോ ഇവിടെ ഏരിയ ഓഫ് മേജർ സെക്ടറും ഏരിയ ഓഫ് ട്രയാങ്കിളും കൂടി എന്ത് ചെയ്യണം ആഡ് ചെയ്യണം കേട്ടോ അങ്ങനെയാണ് വരിക അപ്പോൾ ഏരിയ ഓഫ് മേജർ സെക്ടർ എന്ന് പറഞ്ഞാൽ 660 ഡിവൈഡഡ് ബൈ 7 ഏരിയ ഓഫ് ട്രയാങ്കിൾ എത്രയാണ് 36 √3 ഇതാണ് വരിക അല്ലേ തൽക്കാലം ഇങ്ങനെ എഴുതി അവസാനിപ്പിക്കാം കാരണം √3യുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല അങ്ങനെ √3യുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം ഇവിടെ തരാത്തതുകൊണ്ട് തൽക്കാലം നമുക്ക് അങ്ങനെ എഴുതി അവസാനിപ്പിക്കാം ഇനി ടൈം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷൻ ക്യാൻ ഡു അത്രയേ ഉള്ളൂ കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം √3യുടെ വാല്യൂ 1.73 അങ്ങനെയാണെന്നല്ലോ അറിയാലോ ആ വാല്യൂ തരാത്തതുകൊണ്ട് ഇവിടെ വരെ എഴുതിയാലും മതി ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ അങ്ങനെ നമുക്ക് എഴുതി അവസാനിപ്പിക്കാം അപ്പോൾ ഫൈനൽ ആൻസർ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 660 ഡിവൈഡ് ബൈ 7 പ്ലസ് 36 √3 ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇനി ടൈം ഉണ്ട് 3-4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് 3 അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ വേണമെങ്കിൽ √3യുടെ വാല്യൂ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ എഴുതാം കേട്ടോ ഓക്കെ ദിസ് ഈസ് ദ വേ ടു ഡു ദ 4th ക്വസ്റ്റ്യൻ അങ്ങനെ 4th ക്വസ്റ്റ്യൻ ചെയ്യണം ഇപ്പോൾ ഇവിടെ ചെറിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ സബ്ട്രാക്ഷൻ ആണ് വരാറ് അല്ലേ ഇവിടെ എന്താണ് അഡീഷൻ ആണ് അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 5 നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡു ഫ്രം ഈച്ച് കോർണർ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 4 സെൻറ്റിമീറ്റർ എ ക്വാഡ്രന്റ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 1 സെൻറ്റിമീറ്റർ ഈസ് കട്ട് ആൻഡ് ഓൾസോ എ സർക്കിൾ ഓഫ് ഡയാമീറ്റർ 2 സെൻറ്റിമീറ്റർ ഈസ് കട്ട് ആസ് ഷോൺ ഇൻ ഫിഗർ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റിമൈനിങ് പോർഷൻ ഓഫ് ദ സ്ക്വയർ ക്വസ്റ്റ്യനിൽ ഒരു സ്ക്വയറും പിന്നെ കുറച്ച് സർക്കിൾസും ആണ് തന്നിട്ടുള്ളത് അല്ലേ ക്വസ്റ്റ്യൻ നല്ലവണ്ണം വായിച്ച് നോക്കണം ഏതൊക്കെ ഫിഗേഴ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് കോമ്പിനേഷൻ ഓഫ് ഫിഗേഴ്സ് ഏതാണെന്ന് മനസ്സിലാക്കിയാൽ മറ്റൊരു ഈസി ക്വസ്റ്റ്യൻ ആണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് കേട്ടോ ഡിഫിക്കൽറ്റി ഇല്ലാത്ത ഒരു പ്രോബ്ലം ആണ് എന്താണ് ഫിഗർ തന്നിട്ടുള്ളത് നോക്കാം നമുക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട് അല്ലേ ഒരു സ്ക്വയർ പിന്നെ തന്നിട്ടുള്ള അതിൻ്റെ സെൻറ്ററിൽ ഒരു സർക്കിൾ തന്നിട്ടുണ്ട് സർക്കിൾ സെൻറ്ററിൽ ഒരു സർക്കിൾ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ കേട്ടോ തന്നിട്ടുണ്ട് ഇനി 4 എൻഡിലും അല്ലേ ഒരു ക്വാർട്ടർ ഓഫ് എ സർക്കിൾ എന്ന് പറയാം അല്ലേ ഇങ്ങനെ ഒരു ക്വാർട്ടർ പോർഷൻ തന്നിട്ടുണ്ട് എഡ്ജ് 4 ഭാഗത്തും എഡ്ജ് ഒരു ക്വാർട്ടർ ഓഫ് എ സർക്കിൾ അല്ലെങ്കിൽ ക്വാഡ്രന്റ് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്ന ഒരു പോർഷൻ ഇങ്ങനെ തന്നിട്ടുണ്ട് ഈ ഷേപ്പിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗമാണ് ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് കേട്ടോ ഇത്രയും ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്
ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര ഏരിയ ആണ് കേട്ടോ. ഇതാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ നിങ്ങളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇവിടെ തന്നിട്ടുള്ള കോമ്പിനേഷൻ ഓഫ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ, പ്ലെയിൻ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ഉണ്ട്, അതിൻ്റെ സെൻറ്ററിൽ ഒരു സർക്കിൾ ഉണ്ട്, പിന്നെ 4 ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ ഉണ്ട് അല്ലേ. ഒരു സർക്കിളിൻ്റെ ക്വാർട്ടർ പാർട്സ് എന്ന് പറയാം. അങ്ങനെ 4 എഡ്ജ് അങ്ങനെ വന്നിട്ടുണ്ട്. ഇത്രയും പോർഷനാണ് നമുക്ക് ഫിഗറിൽ തന്നിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ആ ഷെയ്ഡഡ് പോർഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയെന്ന് നോക്കാം. പേര് തന്നിട്ടുണ്ട് ABCD. അതാണ് നമ്മുടെ സ്ക്വയറിൻ്റെ പേര് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, ABCD. ഓക്കെ, ABCD എന്ന് പറഞ്ഞൊരു സ്ക്വയർ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി അതിലെ മെഷർമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം നമുക്ക്. കോർണർ ഓഫ് സ്ക്വയർ ഓഫ് സൈഡ് 4 സെൻറ്റിമീറ്റർ. സ്ക്വയർ ഓഫ് സൈഡ്, അപ്പോൾ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. സ്ക്വയറിൻ്റെ സൈഡ് 4 സെൻറ്റിമീറ്റർ ആണെന്ന് പറയണം. അതിൽ നിന്ന് എന്താണ് സംഭവിച്ചത്? ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 1 സെൻറ്റിമീറ്റർ. അതായത് 1 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇതാണല്ലോ റേഡിയസ്, അതാണ് പറഞ്ഞിട്ടുള്ളത്. 1 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ക്വാഡ്രൻറ്റ് ഓഫ് സർക്കിൾ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു 4 എൻഡിലും അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്. ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ കട്ട് ആൻഡ് ഓൾസോ എ സർക്കിൾ ഓഫ് ഡയാമീറ്റർ 3 സെൻറ്റിമീറ്റർ ഈസ് കട്ട് ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ 4 എൻഡിലും അല്ലെങ്കിൽ എഡ്ജ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ. അപ്പോൾ ഇതൊക്കെ 1 സെൻറ്റിമീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എല്ലാതും 1 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ക്വാഡ്രൻറ്റ് ഓഫ് സർക്കിളാണ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, ഈ സർക്കിൾ, ഈ ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിളിൻ്റെ റേഡിയസ് 1 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഉള്ളിൽ സെൻറ്ററിൽ വരുന്ന ഒരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ ഡയാമീറ്റർ ഇറ്റ് ഈസ് ഗിവൺ 2 സെൻറ്റിമീറ്റർ. ഡയാമീറ്റർ 2 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. 2.5 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ സെൻറ്ററിൽ വരുന്ന സർക്കിളിൻ്റെ റേഡിയസും എത്ര തന്നെയാണ് വരിക? 1 സെൻറ്റിമീറ്റർ ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ഡയാമീറ്റർ ആണ് 2 സെൻറ്റിമീറ്റർ തന്നിട്ടുള്ളത്. അപ്പോൾ റേഡിയസ് 1 സെൻറ്റിമീറ്റർ ആണ്. 4 എൻഡിലും കട്ട് ചെയ്ത് കളയണ ക്വാഡ്രൻറ്റ് ഓഫ് സർക്കിൾ, അതിൻ്റെ റേഡിയസും 1 സെൻറ്റിമീറ്റർ ആണ്. ചുരുക്കത്തിൽ ഈ 2 സർക്കിൾസ്, ഇത് ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ, ഇത് സർക്കിളും, രണ്ടിൻ്റെയും റേഡിയസ് സെയിം ആണ്. രണ്ടും എന്താണ്? 1 സെൻറ്റിമീറ്റർ ആണ്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസും 1 സെൻറ്റിമീറ്റർ ആണ്. ഈ കട്ട് ചെയ്ത് കളയുന്ന ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിളിൻ്റെ റേഡിയസും എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഏരിയ ഓഫ് ദിസ് ഷെയ്ഡഡ് പോർഷൻ കണ്ടുപിടിക്കുക? ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പോർഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. എന്താണ് ചെയ്യേണ്ടത്? ഏരിയ ഓഫ് ഇതെന്താണ്? ഒരു സ്ക്വയർ ആണ് അല്ലേ. ഈ സ്ക്വയറിൻ്റെ ഏരിയയെന്ന് ഒരു സർക്കിൾ നടുവിൽ വരുന്നുണ്ടല്ലോ, അത് മൈനസ് ചെയ്യണം. പിന്നെ 4 ക്വാഡ്രൻസും എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എഡ്ജ് 4 ക്വാഡ്രൻ്റ് അല്ലേ. അപ്പോൾ ആ 4 ക്വാഡ്രൻ്റ് ഓഫ് സർക്കിളും എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നോക്കൂ. ഇതൊരു സർക്കിളാണ്. 4 ക്വാഡ്രൻ്റ് ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ വരിക. സർക്കിളിൻ്റെ ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്വാഡ്രൻ്റ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ക്വാഡ്രൻ്റ് ആണ്, ഇതൊരു ക്വാഡ്രൻ്റ് ആണ്, ഇതൊരു ക്വാഡ്രൻ്റ് ആണ്, ഇതൊരു ക്വാഡ്രൻ്റ് ആണ്. അപ്പോൾ 4 ക്വാഡ്രൻറ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റൊരു സർക്കിളായിട്ട് മാറും. ശരിയല്ലേ? അപ്പോൾ 4 ക്വാഡ്രൻറ്റ്സ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടോട്ടൽ സർക്കിളാണ്. അപ്പോൾ 4 ക്വാഡ്രൻറ്റും കൂടി ആഡ് ചെയ്താൽ എന്തായി? ഒരു സർക്കിളായി. അപ്പോൾ 4 ക്വാഡ്രൻറ്റ് മൈനസ് ചെയ്യുന്നതിന് പകരം ഒരു സർക്കിൾ മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 1 സെൻറ്റിമീറ്റർ. ഇപ്പോൾ നോക്കൂ, മിഡിലിൽ ഒരു സെൻറ്ററിൽ ഒരു സർക്കിൾ ഉണ്ട്. അതുകൂടാതെ വേറെ 4 ക്വാഡ്രൻറ്റ് കൂടിയാൽ മറ്റൊരു സർക്കിൾ ആവും അല്ലേ. ആ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ്. ചുരുക്കത്തിൽ ഈ സെൻറ്ററിൽ വരുന്ന സർക്കിളും 4 ക്വാഡ്രൻറ്റ് കൂടി ഉണ്ടാക്കുന്ന സർക്കിളിൻ്റെയും റേഡിയസ് സെയിം ആണ്. എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ രണ്ടിൻ്റെയും റേഡിയസ് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് 2 ടോട്ടൽ സർക്കിൾ സബ്ട്രാക്ട് ചെയ്താൽ പോരെ. അതായത് സെൻറ്ററിലെ ഒരു സർക്കിളും 4 ക്വാഡ്രൻറ്റ് കൂടി വരുന്ന ഒരു സർക്കിളും, 4 ക്വാഡ്രൻറ്റ് കൂടി വരുന്ന വേറൊരു സർക്കിൾ ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൂടിയ ഒരു സർക്കിളായി മാറി. അപ്പോൾ ടോട്ടൽ എത്ര സർക്കിൾ വരും? 2 സർക്കിൾസ് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ആൻസർ എഴുതാം. മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ എഴുതാം: ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു
ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്കിങ്ങനെ പറയാം ഏരിയ ഓഫ് എ സ്ക്വയർ, ഒരു സ്ക്വയർ ആണ് ടോട്ടൽ അല്ലേ, മൈനസ് ഏരിയ ഓഫ് എ സർക്കിൾ, ഒരു സർക്കിൾ സെൻറ്ററിൽ വരുന്നുണ്ട് അല്ലേ. ഇനി മറ്റെന്താ വരിക, ബ്രാക്കറ്റ് ഇടാം അല്ലേ. ഇത് രണ്ടിൻ്റെ ഏരിയ മൈനസ് ചെയ്യണേ. ഏരിയ ഓഫ് സ്ക്വയർ എന്ന്, ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ മിഡിലിൽ വരുന്ന ഒരു സർക്കിൾ, പിന്നെ 4 ക്വാഡ്രൻ്റ് അല്ലേ, പ്ലസ് ഏരിയ ഓഫ് 4 ക്വാഡ്രൻ്റ് ഓഫ് എ സർക്കിൾ, 4 ക്വാഡ്രൻ്റ് ഓഫ് എ സർക്കിൾ. സെൻറ്ററിലെ ഒരു സർക്കിളും 4 ക്വാഡ്രൻസും എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ചാൽ മതി, അതുകൊണ്ടാണ് പ്ലസ് എന്ന് അവിടെ ഇട്ടത് കേട്ടോ. ഇനി നോക്കൂ, ഏരിയ ഓഫ് എ സർക്കിൾ പ്ലസ് ഏരിയ ഓഫ് 4 ക്വാഡ്രൻ്റ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഏരിയ ഓഫ് എ സർക്കിൾ, ഇതും എന്താണ് വരിക, ഏരിയ ഓഫ് എ സർക്കിൾ ആണ് അല്ലേ. 4 ക്വാഡ്രൻസ് കൂടിയിട്ട് എന്താ വരിക, ഏരിയ ഓഫ് എ സർക്കിൾ ആയിരിക്കും വരിക അല്ലേ. സോ 4 ക്വാഡ്രൻസ് ഇറ്റ് വിൽ ബി ഏരിയ ഓഫ് എ സർക്കിൾ. മനസ്സിലായെന്ന് വിചാരിക്കണം. ഇവിടുത്തെ ഒരു ഏരിയ ഓഫ് എ സർക്കിൾ, 4 ക്വാഡ്രൻ്റ് കൂടി മറ്റൊരു ഏരിയ ഓഫ് എ സർക്കിൾ വരും. ചുരുക്കത്തിൽ എത്ര സർക്കിൾ ആയിരിക്കും അവിടെ വരിക, 2 സർക്കിൾസ് എന്ന് വരും അല്ലേ. ഏരിയ ഓഫ് എ സർക്കിൾ പ്ലസ് ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായി, ഏരിയ ഓഫ് 2 സർക്കിൾസ് ആയി. അപ്പോൾ മനസ്സിലാവാൻ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കാനായിട്ട്, ഈ സ്റ്റെപ്പ് മാത്രമേ എക്സാമിന് എഴുതേണ്ട കാര്യമുള്ളൂ കേട്ടോ, ഞാൻ മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ എഴുതിയെന്ന് മാത്രം. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കാനായിട്ട് ഏരിയ ഓഫ് സ്ക്വയറിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, 2 സർക്കിൾസ് മൈനസ് ചെയ്യണം. എങ്ങനെയാണ് 2 സർക്കിൾ വന്ന്, ഒന്ന് സെൻറ്ററിലുള്ള ഒരു സർക്കിൾ, ഒന്ന് 4 ക്വാഡ്രൻ്റ് കൂടി വരുന്ന സർക്കിൾ. അപ്പോൾ ടോട്ടൽ എത്ര സർക്കിൾ ആയിരിക്കും, 2 സർക്കിൾസ്. സോ ഏരിയ ഓഫ് 2 സർക്കിൾസ്, അത് രണ്ടും കൂടി ആഡ് ചെയ്യാമെന്ന് പറയാൻ കാരണം രണ്ടിൻ്റെ റേഡിയസ് 1 ആണ്. അപ്പോൾ 2 സർക്കിളായിട്ട് നമുക്ക് എടുക്കാം, റേഡിയസ് സെയിം ആണ് കേട്ടോ, അതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാം ഏരിയ ഓഫ് എ സ്ക്വയർ ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത് അല്ലേ. ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു, സ്ക്വയറിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല നമുക്കറിയാം എന്താണ്, സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ എ സ്ക്വയർ ആണ്. സൈഡ് തന്നിട്ടുള്ളത് 4 ആണ്, അപ്പോൾ 4 × 4 16 സെൻറ്റിമീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് നമുക്ക് ഏരിയ ഓഫ് സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ ഓഫ് 2 സർക്കിൾസ് കണ്ടുപിടിക്കണം കേട്ടോ. 2 സർക്കിൾസ്, ഒന്ന് സെൻറ്ററിൽ വരുന്ന സർക്കിളും ഒന്ന് 4 ക്വാഡ്രൻ്റ് കൂടിയിട്ടുള്ള സർക്കിളും, രണ്ടിൻ്റെ റേഡിയസ് സെയിം ആണ് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഏരിയ ഓഫ് 2 സർക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇനി എഴുതാം 2 ഇൻറ്റു, 2 സർക്കിൾ ഉള്ളതുകൊണ്ട് 2 ഇൻറ്റു സർക്കിളിൻ്റെ ഏരിയ കാണാനായിട്ടുള്ള ഫോർമുല ഏതാ, പൈ ആർ സ്ക്വയർ. ശരിയാണല്ലോ, സർക്കിളിൻ്റെ ഏരിയ കാണാനായിട്ടുള്ള ഫോർമുല പൈ ആർ സ്ക്വയർ. എത്ര സർക്കിൾ ഉണ്ട് ഇവിടെ, 2. അപ്പോൾ 2 ഇൻറ്റു പൈ ആർ സ്ക്വയർ വിച്ച് ഈസ് 2 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7. റേഡിയസ് നമുക്ക് 2 സർക്കിളിൻ്റെ റേഡിയസും 1 ആണ് കേട്ടോ. സോ ഇറ്റ് വിൽ ബി 1 ഇൻറ്റു 1. അതായത് ക്വാഡ്രൻ്റ് ഓഫ് എ സർക്കിളിൻ്റെ റേഡിയസും 1 ആണ്, സെൻറ്ററിൽ വരുന്ന സർക്കിളിൻ്റെ റേഡിയസും 1 ആണ്. അപ്പോൾ രണ്ടും 1 തന്നെയാണ് കേട്ടോ. സോ ഇറ്റ് വിൽ ബി 2 ഇൻറ്റു 22, ഇറ്റ് വിൽ ബി 44/7. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് തന്നെയാണല്ലോ. സോ വാട്ട് വിൽ ബി ഗെറ്റിംഗ് ഈസ് 44/7 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതായിരിക്കും ഏരിയ ഓഫ് 2 സർക്കിൾസ് വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനം ആൻസർ കാണാമല്ലോ. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഞാൻ. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു, സ്റ്റെപ്പ് ഇങ്ങനെ എഴുതാം കേട്ടോ, ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ, 16. അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഏരിയ ഓഫ് 2 സർക്കിൾസ് അതേതാണ് 44/7 സബ്ട്രാക്ട് ചെയ്ത് കളയണം അല്ലേ. എൽ സി എടുത്ത് ചെയ്യാണ്ട്, അപ്പോൾ ഇവിടെ 1 ഉണ്ടെന്ന് അസ്യൂം ചെയ്യാമല്ലോ. 7 × 16 അല്ലേ, 70 + 42 112 അല്ലേ, -44 ഡിവൈഡഡ് ബൈ 1 × 7 7. സോ 44 112 നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 8 then 6 അല്ലേ, 68 ഡിവൈഡഡ് ബൈ 7, ദാറ്റ് മീൻസ് സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് വരെ ഇതായിരിക്കും 68/8 സെൻറ്റിമീറ്റർ സ്ക്വയർ. വേണമെങ്കിൽ അതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ. കറക്ഷൻ 68/7 അല്ലേ, 8 അല്ല 7. സോ ഫൈനൽ ആൻസർ നമുക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം, 7 112 - 44 എന്ന് പറയുന്നത് 68/7 സെൻറ്റിമീറ്റർ സ്ക്വയർ.
what will be the final answer you will be getting? 68 by 7 centimeter square. That will be the final answer. മറ്റൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരു സ്ക്വയറിൽ നിന്ന് ഒരു സർക്കിളും 4 ക്വാഡ്രൻറ്റും അല്ലേ, 4 ക്വാഡ്രൻറ്റ് കൂടിയ മറ്റൊരു സർക്കിളായി. അപ്പോൾ ടോട്ടൽ എത്ര സർക്കിളായി? 2 സർക്കിളായി. അപ്പോൾ ഒരു രണ്ട് സർക്കിളായി. അപ്പോൾ ഒരു സ്ക്വയറിൽ നിന്ന് 2 സർക്കിൾസ് സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കിയുള്ളത് എന്തായിരിക്കും? നമ്മുടെ റിക്വയർഡ് ഏരിയ അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ ആയിരിക്കും. ഇങ്ങനെ വേണം നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്യാനായിട്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് വായിച്ച് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് ചെയ്യാനായിട്ടുള്ളത്. 6th ക്വസ്റ്റ്യൻ CBSE ഈ വർഷം സെൻട്രൽ ആംഗിൾ 120 വരുന്ന ക്വസ്റ്റ്യൻസ് ഡിലീറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഒരു പ്രോബ്ലം ആണിത്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദ സെൻറ്റർ 120 ഡിഗ്രി ആണ് വരിക. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഡിലീറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 6 നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 7 അതാണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. പേജ് നമ്പർ 236, 7th ക്വസ്റ്റ്യൻ. ഇൻ ഫിഗർ ABCD is a square of side 14 cm with centers A, B, C and D. 4 circles are drawn such that each circle touch externally 2 of the remaining 3 circles. Find the area of the shaded region. ക്വസ്റ്റ്യനിൽ ഫിഗർ തന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഫിഗർ തന്നിട്ടുള്ളത്, ബോർഡിൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ പോർഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ്. ഇതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണിത് കണ്ടുപിടിക്കുക? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഇവിടെ എന്താണ് ഫിഗേഴ്സ്? 4 സർക്കിൾസും പിന്നെ ഏതാ ഒരു സ്ക്വയറും അല്ലേ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഷെയ്ഡഡ് പോർഷൻ കണ്ടുപിടിക്കാനായിട്ട് ഈ സ്ക്വയറിൻ്റെ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 4 ക്വാഡ്രൻറ്റ്, അങ്ങനെയാണ് നമ്മൾ പറയുക അല്ലേ. ഈ സർക്കിൾസിൻ്റെ ക്വാർട്ടർ പാർട്ടാണല്ലോ ഇത്. അപ്പോൾ ക്വാഡ്രൻറ്റ് ഓഫ് സർക്കിൾസ് എന്ന് പറയാം. ഈ 4 എണ്ണത്തിന് 4 ക്വാഡ്രൻറ്റ് ഓഫ് സർക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 4 ക്വാഡ്രൻറ്റ്സ് ഓഫ് സർക്കിൾസ് ഉണ്ട്. അത് എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി, നമുക്ക് റിക്വയർഡ് ഏരിയ കിട്ടും. എന്താണ് പറഞ്ഞത്? ഏരിയ ഓഫ് സ്ക്വയറിൽ നിന്ന് 4 ക്വാഡ്രൻറ്റ്സ്, 4 ക്വാഡ്രൻറ്റ്സ് ആർ ഹിയർ അല്ലേ, 1 2 3 4 ക്വാഡ്രൻറ്റ്സ് ഉണ്ട്. ആ 4 ക്വാഡ്രൻറ്റ്സിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു 4 ക്വാഡ്രൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശം ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 ക്വാഡ്രൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഒരു സർക്കിളാണ്. അപ്പോൾ 4 ക്വാഡ്രൻറ്റ്സ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് എ ടോട്ടൽ സർക്കിൾ. ദാറ്റ് ഈസ് വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ 4 ക്വാഡ്രൻറ്റ് മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ മൈനസ് ചെയ്യാന്നാണ് അതിൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാം. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. ഏരിയ ഓഫ് എ സ്ക്വയർ, ഒരു സ്ക്വയർ ആണത് ആദ്യം അല്ലേ, ABCD എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ ഓഫ് എ സ്ക്വയർ, അതിൽ നിന്ന് 4 ക്വാഡ്രൻറ്റ് സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് എ സർക്കിൾ മൈനസ് ചെയ്താൽ മതി. മനസ്സിലാക്കേണ്ടത് 4 ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടൽ സർക്കിളാണ്. അപ്പോൾ ഈ 4 ക്വാഡ്രൻറ്റ് സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം ഒരു സർക്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി, കാരണം രണ്ടും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഏരിയ ഓഫ് സ്ക്വയർ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സ്ക്വയർ ABCD. ഫോർമുല നമുക്കറിയാം, സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ, വിച്ച് ഈസ് A സ്ക്വയർ. ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നോക്കൂ. സൈഡ് എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ സൈഡ് ഓഫ് ദ സ്ക്വയർ 14 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 14 ഇൻറ്റു 14 which will be 196 centimeter square. That will be the area of a square. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ കണ്ടുപിടിച്ചു. നമുക്കിനി ഏരിയ ഓഫ് എ സർക്കിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. 4 ക്വാഡ്രൻറ്റ് കൂടിയിട്ടാണ് ഒരു സർക്കിൾ വന്നത് കേട്ടോ. ആ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൈ ആർ സ്ക്വയർ ആണ് അല്ലേ. പൈ എന്ന് പറഞ്ഞാൽ 22/7 ആണ് ഇൻറ്റു റേഡിയസ്. ഇവിടെ ഡയറക്റ്റ് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഈ DC എന്ന് പറയുന്നത് സൈഡ് ഓഫ് എ സ്ക്വയർ ആണ്. ആ സ്ക്വയറിൻ്റെ സൈഡാണ് DC എങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ DC എന്ന് പറയുന്നത് 2 റേഡിയസ് കൂടി ചേർന്നതാണ്. കാരണം ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു റേഡിയസ്, ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു റേഡിയസ് അല്ലേ. അപ്പോൾ 2 സർക്കിൾസിൻ്റെ റേഡിയസ് കൂടി ചേർന്നതാണ് എന്ത്? DC എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ R+R അല്ലെങ്കിൽ 2R എന്ന് പറയുന്നതാണ് DC അല്ലെങ്കിൽ ഡയാമീറ്റർ എന്ന് പറയാം അല്ലേ.
രണ്ട് റേഡിയസ് കൂടി, ഡയമീറ്റർ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരണ്ട, രണ്ട് റേഡിയസ് എന്ന് പറയാം. അപ്പോൾ ആർ പ്ലസ് ആർ, ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അപ്പോൾ ആർ പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ എത്രയാ? 2r. അതാണ് നമ്മുടെ 14 സെൻറ്റിമീറ്റർ. രണ്ട് റേഡിയസ് കൂടി ചേർന്നതാണ് 14. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ 14/2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 7. അതായത് ടോട്ടൽ 14 ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് ഇവിടം വരെയുള്ളൂ, അതിൻ്റെ ഹാഫ് ആയിരിക്കും വരിക. എത്രയായിരിക്കും വരിക? 7 സെൻറ്റിമീറ്റർ ആയിരിക്കും സർക്കിളിൻ്റെ റേഡിയസ് വരിക. അപ്പോൾ ആർ എന്ന് പറയുന്നത് 7 × 7 ഇതായിരിക്കും വരിക കേട്ടോ. ഓക്കെ, 7 can be cancelled. 22 × 7 it will be 154 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതായിരിക്കും ഏരിയ ഓഫ് എ സർക്കിൾ വരിക. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് കാണാൻ ടോട്ടൽ ലെങ്ത് 14 ആണെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കും റേഡിയസ്. ഇറ്റ് വിൽ ബി 7. സോ 7 × 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 154 എന്ന് വന്നു. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഏതാ? ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ അല്ലേ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് എ സ്ക്വയർ എത്രയാണ്? 196 മൈനസ് ഏരിയ ഓഫ് എ സർക്കിൾ, അത് നമുക്കിപ്പോൾ കിട്ടി എത്രയാണ്? 154 അല്ലേ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 42 എന്ന് കിട്ടും. ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 42 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മനസ്സിലാക്കണം, ഈ പ്രോബ്ലംസ് ഒക്കെ നോക്ക് വളരെ ഈസിയാണ്. ഫിഗർ അവർ തന്നിട്ടുണ്ട് ഓൾറെഡി, എല്ലാ ക്വസ്റ്റ്യനിലും ഫിഗർ തന്നിട്ടുണ്ട്. ഏതാണ് കോമ്പിനേഷൻ ഓഫ് ഫിഗേഴ്സ് എന്ന് മനസ്സിലാക്കിയിട്ട് സബ്ട്രാക്ട് ചെയ്യണോ ഏഡ് ചെയ്യണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഫോർമുലാസ് നമുക്കറിയാം, എല്ലാ ഫിഗറിൻ്റെയും ഫോർമുലകൾ അറിയണം. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ നമ്പർ 7 നമുക്ക് ചെയ്യേണ്ടത്. റിമൈനിങ് ക്വസ്റ്റ്യൻ നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.